ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിൽ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുവിനെയാണ്. അപ്പോൾ അർജുൻ കൊണ്ടുവന്ന മുല്ലപ്പൂവ് നമ്മുടെ മീനുവിൻ്റെ തലയിൽ ഇങ്ങനെ ചൂടി കൊടുക്കുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര മുല്ലപ്പൂ ചൂടിക്കഴിഞ്ഞു എന്ന് അർജുൻ പറഞ്ഞിട്ടും ആൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പോൾ ഈ ലോകത്തൊന്നും എല്ലാം തോന്നുന്നു, താൻ ഏത് ലോകത്താ എന്നിങ്ങനെ ചോദിച്ചു അർജുൻ. അത് പിന്നെ അർജുൻ എന്ന് പറഞ്ഞാൽ ആകെ നാണം കെട്ട് ചമ്മിയൊക്കെ നിൽക്കുകയാണ്. എങ്ങനെയാ പറയുക, ആകെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. അർജുൻ, എന്താ മീനു? അല്ല അല്ല അത് പിന്നെ എന്തോ പറയാനുണ്ടല്ലോ. എന്താ അത്? പറഞ്ഞു എന്താ അത് എന്ന് ചോദിച്ചു. അപ്പം പിന്നെയും മിണ്ടുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്ത്? അപ്പോഴാണ് നമ്മുടെ കാഞ്ചന സ്വർഗത്തിലെ കട്ടൂറുമായി അങ്ങോട്ടേക്ക് വരുന്നത്. മീനു എന്ന് വിളിച്ചു. അപ്പം മീനു എന്ന് വിളിച്ചപ്പോഴത്തേനും മീനുവിന് ദേഷ്യം വന്നു കേട്ടോ. എന്ത് വേണം എന്ന് ചോദിച്ചു. എന്താ നീ വന്നത്? അമ്മ ഇവളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തിന്? അതെനിക്കറിയില്ല, നീ അടുക്കളയിലുണ്ട്, നീ നേരിട്ട് പോയി ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്നോട് നിന്നെ കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത്. ശരി ചേച്ചി ചെന്നോളൂ, ഞാൻ വന്നോളാം. അത് പറ്റില്ല, നിന്നെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാനാ അമ്മ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്, ഇല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. ശരി എന്നാ മീനു നീ ചെന്നിട്ട് വാ, എന്താന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അവസാനം മീനു വേണ്ട കാഞ്ചനയ്ക്കൊപ്പം ചെല്ലുകയാണ്. അപ്പം കാഞ്ചനയ്ക്കൊപ്പം അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പ്രഭാവതി അവിടെ നിൽപ്പുണ്ട്. കാഞ്ചന വന്നു. അമ്മേ ദാ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോട്ടെ. ശരി ചെല്ല, ഞാനും ദേ വരിക എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും കാഞ്ചന അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പം മീനു നേരെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മേ എന്ന് ചോദിച്ചു. എന്താന്നോ? ഇതോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. മൈദപ്പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒക്കെ നിലത്തിട്ടു, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് പോയി അല്ലേ? ഇതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കുമെന്ന് കരുതിയോ നീ? അയ്യോമ്മേ, ഇതെൻ്റെ കയ്യിൽ നിന്ന് വീണതല്ല. അതെ, നീ കള്ള ഒന്നും പറയണ്ട. അല്ലമ്മേ, ശരിക്കും എൻ്റെ കയ്യിൽ നിന്നല്ല. കാഞ്ചനയോടും അഖിലയോടും ചോദിച്ചു, അവരുടെ കയ്യിൽ നിന്ന് വീണതല്ല, എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടില്ല. അപ്പം പിന്നെ നീ ഇത് ചെയ്തത് തന്നെയല്ലേ? ഇല്ലമ്മേ, എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടില്ല, സത്യമാണ് ഞാൻ പറയണത്. എന്നാ നിൻ്റെ അനിയത്തി എടുത്ത പണിയായിരിക്കും, അവളായിരിക്കും കള്ളം പറയണത്. എന്തായാലും കൊള്ളാം, മൈദ ഏതായാലും നശിപ്പിച്ചു, അത് പോട്ടെ, അടുക്കളയിലോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതൊന്ന് തൂത്ത് വൃത്തിയാക്കിക്കൂടെ? ഒക്കെ തുടച്ച് വൃത്തിയാക്കണം, മനസ്സിലായോ? എല്ലാം അതിന് ശേഷം നിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്ത് വിടില്ല, ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങ് പോയി. അപ്പം മീനിൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി. ആൾ പാവം അവിടെ ഇരുന്ന് തൂത്തും തുടച്ചും ഒക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ റൂമിലേക്ക് ചെല്ലുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം നാട്ടിൽ പാടി നടക്കാല്ലേ. ഏതോ പെണ്ണിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് നീ തെറി പറയിപ്പിച്ചു. നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഗൗതം 8 കാലിൽ ഇതേണ്ട് വരുന്നത്. ആൾ നല്ല വെള്ളമടിച്ച് നല്ല പാമ്പായിട്ടാട്ടോ വരണത്. വന്നുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസാണ്. അപ്പോൾ അഖില എന്നിട്ട് ഈ ഫോണൊന്ന് നിർത്താനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്താ നിർത്തണ്ടേ എന്ന് ചോദിച്ചു. അവസാനം ഗൗതം നിർത്തി. അതെ, എന്താ നിൻ്റെ വിചാരം എന്ന് ചോദിച്ചു. എന്ത് വിചാരം? നിൻ്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കണേന്ന്? ഞാൻ പലതും വിചാരിക്കും, അതിപ്പോൾ നിനക്കെന്താടി എന്ന് ചോദിച്ചു. അല്ല, നീ എന്താ എഴുതി വെച്ചത്? ഐ ഹേറ്റ് യു എന്ന് അല്ലേ? എങ്കിൽ കേട്ടോ, നീ എന്നെ ഹേറ്റ് ചെയ്താ ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യടി. ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞു. 1000 അല്ല 1,00,000 തവണ നിന്നോട് ഐ ഹേറ്റ് യു. 1,00,000 തവണ അല്ല, കോടി തവണ ഹേറ്റ് ചെയ്തോ, എനിക്കൊരു പ്രശ്നമേ അല്ല. ഓ അല്ല, അതിരിക്കട്ടെ, ഏതാ അവള്? ആര്? നിനക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് തെറി പറഞ്ഞിരുന്നല്ലോ, അവൾ ആരാന്നാ ചോദിച്ചത്. നീ കണ്ടല്ലോ. അതെ, എന്നോട് കളിച്ച ഒരു ഫോണല്ല കേട്ടോ, 1000 ഫോൺ നിനക്ക് വരും. അപ്പം നിന്നെ ഞാൻ പഠിപ്പിക്കാം. പവറാടി പവർ. അതാണ് ഗൗതമിൻ്റെ പവർ. ആരാന്നാ പറയുന്നത് നല്ലത്? പോടി, പറയാൻ എനിക്ക് സൗകര്യമില്ല, അത് വേണമെങ്കിൽ നീ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗൗതം കയറി കിടന്നുറങ്ങി. അവസാനം അഖില ഇങ്ങനെ കുറച്ച് നേരം നോക്കി എന്നിട്ട് ആ ഫോൺ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കുകയാണ്. അപ്പം എൻ്റെ സുഹൃത്താണല്ലോ. അപ്പോൾ സുഹൃത്ത് ഫോൺ എടുത്തു. ഹലോ എന്ന് വിളിച്ചു. ആരാടാ നീ എന്ന് ചോദിച്ചു. നീ ആരാ എന്ന് ചോദിച്ചു. അല്ല, നീ ഫോൺ എടുത്ത് ഹലോ എന്ന് വെക്കുമ്പോഴേക്കും നീ ആരാന്നാണോ സാധാരണ ചോദിക്കുന്നത്? ഈ ഫോൺ നമ്പറിൽ നിന്ന് ഇന്ന് പകൽ എനിക്കൊരു കോള് വന്നിരുന്നു, അതാ ചോദിച്ചത്. ഫോണിൽ അവൾ എന്നെ തെറി വിളിച്ചോ? ആരടാ അവള് എന്ന് ചോദിച്ചു. എൻ്റെ നമ്പറിൽ നിന്നോ? അതെ.
നിൻ്റെ നമ്പറിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇതാരാ എൻ്റെ നമ്പറിൽ നിന്ന് ആരാ പെണ്ണ് വിളിച്ചെന്നോ മനസ്സിലാവണില്ലല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഗൗതത്തിനെ മനസ്സിലായത്. അഖില സിസ്റ്ററാണല്ലേ വിളിച്ചത്. പെട്ടു പണി. അപ്പം പെട്ടെന്ന് തന്നെ ആൾ ഫോൺ അപ്പോഴാണ് ഓർത്തത്. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? അതെ സിസ്റ്ററോ? ഏത് സിസ്റ്റർ? ഏതവളാണ് വിളിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, എൻ്റെ സിസ്റ്ററെ വിളിച്ചത് എന്ന് പറഞ്ഞു. അനിയത്തിയാണ് വിളിച്ചത്. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് വഴക്കടിച്ചതിന് നിൻ്റെ സിസ്റ്ററിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവൾ എന്തിനായി എന്നെ വിളിച്ച് തെറി പറഞ്ഞത്? അല്ല സിസ്റ്ററെ, എന്നെ കാണുന്നത് പോലെ തന്നെയാണ് അനിയത്തി ഗൗതത്തിനെയും കാണുന്നത്. അപ്പോൾ ഒരു ഏട്ടൻ്റെ സ്ഥാനത്താണ് അവൾ കാണുന്നത്. ഗൗതമിനെ ഞങ്ങൾ വഴക്ക് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോഴത്തേനും അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവൾ വിളിച്ച് തെറി പറഞ്ഞതാ. ദേ, നിൻ്റെ ഈ നമ്പറൊന്നും എൻ്റെ അടുത്തേക്ക് ഇറക്കണ്ട കേട്ടോ. സത്യം പറഞ്ഞോ, മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ എന്നെ വിളിച്ചതാരാ? അല്ലെങ്കിലേ സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അച്ഛനോട് നിൻ്റെ കൈയും കാലും തള്ളി ഒടിക്കാൻ ഞാൻ പറയും. അയ്യോ സിസ്റ്ററെ, വേണ്ട, ഞാൻ സത്യം പറഞ്ഞോളാം, അച്ഛനോട് പറയണ്ട. എന്നാ പറ, എന്താ സംഭവിച്ചത്? അപ്പം നടന്ന കാര്യങ്ങളെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ അഖിലോട് പറയാണ്. ആ ശരി, നിങ്ങൾ നാളെ ഏത് സമയത്താണ് കാണുക? ഒരു 4-4:30 ശരി, ആ സമയത്ത് ഞാൻ വിളിക്കും. ഞാൻ ഇപ്പം പറയുന്നത് പോലെ നീ അന്നേരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം അഖിലെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കല്ലേ? ഇല്ല മാഡം, ഒരിക്കലും സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. അല്ല പിന്നെ അച്ഛനോട് പറഞ്ഞ് എൻ്റെ കൈയും കാലും ഒന്നും ഒടിപ്പിക്കില്ലല്ലോ അല്ലേ? ആ ഇല്ല, പറയില്ല എന്ന് പറഞ്ഞു. ആ ശരി സിസ്റ്ററെ, ഫോൺ വെച്ചോ. അപ്പോൾ ഫോൺ വെച്ചിട്ട് അഖില നേരെ റൂമിലേക്ക് പോയി. മോനെ ഗൗതം, നിനക്ക് ഞാൻ പണി തരുന്നുണ്ട്. അപ്പോൾ അതേണ്ട നമ്മുടെ മീനു റൂമിലേക്ക് ചെന്നപ്പോഴത്തേനും നമ്മുടെ അർജുൻ നല്ല ഉറക്കമായിട്ടോ. അപ്പോൾ അവസാനം കയ്യിൽ അല്ലെങ്കിൽ നീ തീരുമാനിച്ചു വെച്ചിരുന്ന പണിയെല്ലാം പാളിപ്പോയി എന്ന് മനസ്സിലായി. ആളെ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അർജുന് പുതച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ആൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. ഒത്തിരി പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷെ ഒന്നും നടന്നതുമില്ല. പിന്നെ കാണുന്നത് നമ്മുടെ മോഹിനിനെയാണ്. അപ്പോൾ രാജേന്ദ്രൻ്റെ പെങ്ങൾ. അപ്പം മോഹിനി ഇങ്ങനെ വാതിൽക്ക് വന്നിരിക്കുകയാണ്. രാഗി വാതിൽ തുറക്കുമ്പോൾ ഈ മോഹിനിയാണ് കാണുന്നത്. മോഹിനി ആൻറ്റിയോ? അപ്പോൾ ആൾ പഞ്ചപാവമായിട്ട് എന്താ പറയുക, ഒരു പിച്ചക്കാരുടെ വേഷത്തിലൊക്കെയാണ് ആളവിടെ എത്തിയിരിക്കണത്. വാതിൽക്കിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും രാഗി ആകെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം രാഗി എന്നിട്ട് മോഹിനി ആൻറ്റി എന്ന് വിളിച്ച് പതുക്കെ അവിടുത്തെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആൻറ്റി എന്ന് വിളിച്ചോ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും നേരെ രാഗി അകത്തേക്ക് കയറിപ്പോയിട്ട് അമ്മേ മുത്തശ്ശി എന്ന് വിളിച്ചു. എന്താ? ആൻറ്റി വന്നിട്ടുണ്ട്. ഏതാൻറ്റി? മോഹിനി ആൻറ്റി. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. എന്ന് ചോദിച്ചു. നീ എന്താ പറഞ്ഞത്? അവൾ എന്തിനാ വന്നത്? അവൾക്ക് അത്രയ്ക്ക് ധൈര്യമോ? എന്തിനാ അവളിപ്പോൾ വന്നിരിക്കുന്നത്? വാ മാലു എന്ന് പറഞ്ഞ മാലുവിൻ്റെ കയ്യും പിടിച്ച് മുത്തശ്ശി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഉഗ്രം പെർഫോമൻസ് ആണ് കേട്ടോ കാഴ്ച വയ്ക്കണം മോഹിനി. അപ്പോൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ആളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കയ്യിലൊരു സഞ്ചി പോലത്തെ ഉണ്ട്. എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഈ പടി കടന്നു പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അമ്മേ മാലു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഗതിയില്ല. നിർത്തടി. എന്ത് കള്ളത്തരം മനസ്സിൽ വെച്ചിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അവളുടെ ഒരു അഭിനയം. ഇറങ്ങിപ്പോ അവിടുന്ന് എന്ന് പറഞ്ഞു. ദേ അകത്ത് രാജേന്ദ്രനുണ്ട്. അവൻ വന്നാൽ നിന്നെ വെട്ടിക്കീറും. നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്നെ വെട്ടിക്കീറിക്കോ, എന്നെ കൊന്നോട്ടെ. എങ്കിലും ഞാൻ പറയട്ടെ, എനിക്ക് ഇനിയിപ്പം ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് അത് തന്നെയാണ്. എന്ത് ധൈര്യത്തിലാണ് നീ വന്നത് എന്ന് ചോദിച്ചോ. നിൻ്റെ മകൻ ഞങ്ങളോട് ചെയ്തതൊക്കെ നീ മറന്നു പോയോ? നീ മറന്നാലും ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ലത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴും പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത നിലയിൽ ആക്കിയില്ലേ അവൻ നിൻ്റെ മോൻ. എല്ലാത്തിനും നീയും കൂട്ടു നിന്നില്ലേ? അമ്മേ അങ്ങനെയൊന്നും പറയരുതേ പ്ലീസ് അമ്മേ. ഞാൻ എൻ്റെ ഏട്ടത്തെയും കുടുംബത്തിനും ദ്രോഹം ചെയ്യൂ അമ്മേ? ഒരിക്കലും ഇല്ല അമ്മേ. അമ്മ ഒന്ന് മനസ്സിലാക്കുക. മീനു എൻ്റെ മരുമകളായിട്ട് വരുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് സത്യം തന്നെയാണ്. അത് നടക്കാതെ വന്നപ്പോൾ വിഷമമുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന് പകരം അഖിലയെ കൊണ്ട് കെട്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക്. പക്ഷേ അവൾ എൻ്റെ മരുമകളായിട്ട് വരുമെന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. ആ സമയത്ത് അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേ ഇല്ലമ്മേ. സത്യം ഞാൻ ഈ പറയണത്. അപ്പം മാലു സത്യവാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു മാലു, അതാണ് സത്യം. അപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടണില്ല.
നിങ്ങൾക്ക് ദോഷം വരുന്നത് ഞാൻ ചെയ്യുമോ മാലു? നിൻ്റെ മക്കളെന്ന് പറയണത് എൻ്റെ മക്കളല്ലേ മാലു, ആരാ അത് എന്ന് ചോദിച്ച് രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ഇവരെ കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. അപ്പോൾ നേരെ കൈയൊക്കെ കൂപ്പി നിൽക്കുകയാണ്. കൈ കൊണ്ട് നിൽക്കത്തില്ല രാജേന്ദ്രന്. ഏട്ടാ എന്നോട് ക്ഷമിക്കേട്ടാ എന്ന് പറഞ്ഞു. ഏട്ടാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. ഈ കുടുംബം എൻ്റെ കുടുംബമല്ലേ ഏട്ടാ. നിങ്ങൾക്ക് ദോഷം വരണത് എന്തെങ്കിലും ഞാൻ ചെയ്യുമോ? എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഏട്ടാ. പ്ലീസ് ഒന്ന് വിശ്വസിക്കുക. എല്ലാത്തിനും കാരണം എൻ്റെ മോൻ മാത്രമാണ്. അവന് മാത്രമാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അവൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടെല്ലാവരോടും മാപ്പ് ചോദിക്കേട്ടാ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങളോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കൈയൊക്കെ കൂപ്പി നിൽക്കുകയാണ്. അപ്പോൾ രാജേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല, ഇങ്ങനെ കേട്ടിരിക്കുകയുള്ളൂ. അവൻ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം ആകെയുള്ളത് ഒരു വീട് അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ബാക്കിയെല്ലാം പോയേട്ടാ. അത് അവൻ കുടിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലാതെ എന്ത് ചെയ്യാം? മുഴുക്കുടിയനായ അവൻ എല്ലാം തോലച്ചു. എല്ലാം ഉള്ളതൊക്കെ വിട്ടും പണയം വെച്ചുവാ അവൻ ഇതുവരെ ജീവിച്ചത്. അതുമാത്രമല്ല ഒക്കെ തീർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനുശേഷം അവൻ ജയിലായ ശേഷം അവനെ ജയിലിൽ ഇറക്കാനായിട്ട് ഞാൻ നോക്കി. അതിനു വേണ്ടിയിട്ടും ഞാൻ കുറേ ഉള്ളതൊക്കെ ബാക്കിയും വിറ്റു. ഇപ്പോൾ കേസ് നടത്താനും മറ്റുള്ളവർക്ക് കൊടുക്കാനുമായി എല്ലാം തീർന്നു. ഇപ്പോൾ എന്നിട്ടും ഒരു ബലവും കണ്ടെത്തിയില്ല. അവനകത്ത് തന്നെ കിടക്കുക. ഇപ്പം ഏട്ടനറിയുമോ, ഇപ്പം ജയിലിൽ പോയാൽ അവൻ എന്നെ കാണാൻ പോലും കൂട്ടാക്കാറില്ല. എന്താ കാര്യമെന്നറിയോ? ഞാൻ അവനെ ഇറക്കാൻ ശ്രമിച്ചില്ല അത്രേ. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് അവനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏട്ടനറിയോ എന്ന് ചോദിച്ചു. ഞാൻ എത്ര ദിവസമായെന്നറിയോ? എനിക്ക് ആരുമില്ല ഏട്ടാ. എൻ്റെ കയ്യിലും ഒന്നുമില്ല. അതുമാത്രമല്ല എത്ര ദിവസമായെന്നറിയോ? നേരാവണ്ണം കഴിച്ചിട്ട് പോലും എത്ര ദിവസമായെന്നറിയുമോ? ഇതോടെ കേട്ടപ്പോൾ രാജേന്ദ്രൻ്റെ മുഖം ആകെ മാറിയിട്ടോ. ആൾക്ക് ശരിക്കും സങ്കടമായി എന്ന് പറഞ്ഞാൽ മതി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.